ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതൊക്കെ. ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നത് പോലെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് മതി, ഒരു 800-700 സബ്സ്ക്രൈബേഴ്സൊക്കെ മതി. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് സെപ്റ്റംബർ 15 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉദ്ഘാടന മത്സരം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഇപ്രാവശ്യം അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് അല്ലായിരിക്കും ISLൻ്റെ ഉദ്ഘാടന മാച്ചായിട്ട് വരാൻ പോകുന്നത്, മറ്റൊരു മാച്ചായിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും എനിക്കൊന്ന് 2015-16 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടൊരു ഓപ്പണിംഗ് മാച്ചായിട്ട് വരാറുള്ളത്. സോ ഇപ്രാവശ്യം അങ്ങനെയല്ല. സോ എന്ത് പറ്റിയെന്നറിയില്ല. എന്തായാലും ഒരു ചേഞ്ച് വേണ്ട. എപ്പോഴും കേരളത്തിനെ വെക്കുന്നത് ശരിയാണോ? എന്താ ഫാൻസ് വരുമെന്ന് പറഞ്ഞാലും കേരളത്തിന് എപ്പോഴും വെക്കുന്ന ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് നല്ലതാണ്. കാരണം മറ്റുള്ള ക്ലബ്ബുകൾക്കും അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മാച്ചൊക്കെ വെക്കണമെന്ന് ആഗ്രഹം കാണും. എന്തായാലും അതൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. കേരളം അല്ലെങ്കിൽ ചിലപ്പോൾ മോഹൻ ബഗാനായിരിക്കാം. അതിൽ കൂടുതൽ വലിയ സാധ്യതകളൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നോർത്ത് ഈസ്റ്റിലായിരിക്കാം. സോ ഇവിടെ വെച്ചാലും വലിയ കുഴപ്പമൊന്നും തന്നെയില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാദിയോ മാനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. സോ ആ ഒരു സാദിയോ മാനയുടെ ആ ഒരു പഴയ കളിയൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മാച്ച് കണ്ടത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കുറേ നാൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മാച്ച് കണ്ടത് അൽ ഹിലാൽ വേഴ്സസ് അൽ നാസർ മാച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത്ര മികച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും ഫൈനലി അദ്ദേഹം ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അൽ ഇത്തിഹാദ് അദ്ദേഹത്തെ വമ്പനൊരു കോൺട്രാക്റ്റ് നൽകി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റൂമറുകൾ പറഞ്ഞു കേൾക്കുന്നു. സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും അൽ ഇത്തിഹാദിലേക്കാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്.